ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കാർ ഫോർ സെൽ ഗെയിമാണ് കളിക്കാൻ പോണേട്ടാ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഷോറൂം ഇന്നും കാലിയാ. ഷോറൂമിൽ ഒരു വണ്ടി പോലും ഇല്ല, ആകെ ചവറ് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ഒരു വണ്ടിയുണ്ട്. ഇത് പിന്നെ എൻ്റെ സ്വന്തം വണ്ടിയാ, പേഴ്സണൽ വണ്ടിയാ. ഈ വണ്ടി ഞാൻ വിൽക്കാൻ പോണില്ല. ഈ വണ്ടി പിന്നെ സ്വന്താക്കാനേ ഒരു റീസൺ ഉണ്ട്. അത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും ഈ കാർ എന്തിനാണ് ഞാൻ സ്വന്താക്കിയെന്ന്. എന്തെങ്കിലും ആട്ടെ. ആ ബെസ്റ്റ്. ഇവിടെ ഇപ്പോൾ രാത്രിയായല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ടേ കിടന്നുറങ്ങാം. ഇവിടെ അടുത്ത് എൻ്റെ കാരവൻ ഉണ്ട്, നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. നമുക്കിപ്പോഴും സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാട്ടാ, ഇപ്പോഴും ഈ കാരവനിലാണ് കിടന്നുറങ്ങണേ. നമുക്ക് അടുത്ത വീഡിയോയിലേ ഒരു വീടങ്ങ് പർച്ചേസ് ചെയ്യാം. എപ്പോഴും ഈ കാരവനിൽ കിടന്നാൽ ശരിയാവില്ലല്ലോ. ഒരു വീടങ്ങ് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് അവിടെ കിടന്നുറങ്ങാം. ഇവിടെ ഇപ്പോൾ എനിക്ക് $88,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴാണവോ? ഇന്ന് പിന്നെ കാർ മാർക്കറ്റ് ഓപ്പണാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ നേരെ കാർ മാർക്കറ്റിൽ പോവാം. കാർ മാർക്കറ്റിൽ പിന്നെ നല്ല കാറൊക്കെ ഉണ്ടാവും. അവിടെ ഈ സൂപ്പർ കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ കാർ മാർക്കറ്റ് എത്തിയേക്കാണ്. അപ്പോൾ ഇതാണ് കാർ മാർക്കറ്റ്. ഈ പുതിയ അപ്ഡേറ്റിലേ കാർ മാർക്കറ്റൊക്കെ മാറി. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട്. ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റേഞ്ച് റോവർ ഉണ്ട്. ആ ലംബോർഗിനി ഉണ്ട് കേട്ടാ. ഇതൊരു പഴയ മോഡൽ ലംബോർഗിനിയാ. ഇതിൻ്റെ റേറ്റ് എത്രയും ചോദിച്ചു നോക്കാം. 14 ലക്ഷം. പക്ഷെ എൻ്റെ പൊന്ന്, എൻ്റെ കയ്യിലിപ്പോൾ 14 ലക്ഷം ഇല്ല, ആകെ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ ഈ കാറ് മേടിക്കാൻ പറ്റില്ല, പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഇവിടെ പിന്നെ വേറെ ഒരു കാറുണ്ട്. ഇത് മറ്റേ ഔഡി R8. ഇതിന് 17 ലക്ഷം പറയണേ. അതും എൻ്റെ കയ്യിലില്ല. ഇവിടെ ഇപ്പോൾ ഏത് കാറ് മേടിക്കാൻ പറ്റുക? ഒരു മിനിറ്റ്, ഇവിടെ 2 പോർഷെ ഇരിക്കുന്നുണ്ട്. പോർഷെ എന്തായാലും 1 ലക്ഷത്തിന് കിട്ടും. ഓ, 1 ലക്ഷമല്ല, ഈ പോർഷയ്ക്ക് 2,66,000. വണ്ടിക്ക് പിന്നെ ഡാമേജ് ഒന്നും ഇല്ല കേട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോൾ ബാർഗെയിൻ ചെയ്യാം. 2,25,000 സമ്മതിക്കോ? ആ, ഈ ചേട്ടൻ സമ്മതിച്ചു. നമ്മളങ്ങനെ ഈ ഒരു പോർഷെ സ്വന്താക്കി. ഇവിടെ വേറെ ഒരു പോർഷെ ഉണ്ട്. ഇതിന് എത്ര റേറ്റ് പറയണേ? ഇതിന് 2,81,000 പറയണേ. നമുക്കപ്പോൾ 2,45,000 കൊടുക്കാം. ഈ പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ചേട്ടനും സമ്മതിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ 2 പോർഷെ മേടിച്ചുട്ടാ. 2 വണ്ടിക്കും ഡാമേജ് ഒന്നുമില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 2 വണ്ടികൾ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യിക്കാം. ഇതപ്പോൾ നേരെ ഷോറൂമിൽ പോവും. എന്നിട്ട് നമ്മുടെ BMW എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഇത് പിന്നെ എൻ്റെ പേഴ്സണൽ വണ്ടിയാണ്. അതെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ഈ വർക്ക്ഷോപ്പിൻ്റെ പേര് നോക്കിയേ, MYRON. നല്ല പേര്. ഇനിയിപ്പോൾ നമുക്ക് ഈ 2 പോർഷെ വിൽക്കണം. ഈ 2 പോർഷെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാശ് കിട്ടും. നമുക്കപ്പോൾ വെബ് പേജ് ഓപ്പൺ ആക്കാം, എന്നിട്ട് ഈ ഒരു പോർഷെ സെലക്ട് ചെയ്യാം. ഈ വണ്ടി മേടിച്ചത് 2,25,000. നമുക്കപ്പോൾ 5 ലക്ഷം കൊടുക്കാം. 5 ലക്ഷം നല്ലൊരു പ്രൈസാണ്. നമുക്കിപ്പോൾ മറ്റേ വണ്ടി എടുക്കാം. മറ്റേ വണ്ടി ഞാൻ മേടിച്ചത് 2,45,000. ഇതും കൂടി നമുക്ക് 5 ലക്ഷം കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഷോറൂം ഓപ്പൺ ആക്കാം, എന്നിട്ട് കസ്റ്റമേഴ്സ് വരണ വരെ വെയിറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സ് വന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു കസ്റ്റമർ വന്നേക്കാണ്. ഇതെന്തത്, സോംബിയാ? ഇയാൾ കുളിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഇയാൾ 3,76,000 പറയുന്നുണ്ട് കേട്ടാ. ഞാൻ ഈ വണ്ടി മേടിച്ചത് 2,45,000. നമുക്കപ്പോൾ ബാർഗെയിൻ ചെയ്യാം. 4 ലക്ഷം ചോദിച്ചു നോക്കാം. സമ്മതിക്കോ? ഓ, ഈ ചേട്ടൻ സമ്മതിച്ചുട്ടാ. 4 ലക്ഷത്തിന് ആ വണ്ടി വിറ്റുപോയി. നമുക്കപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടാ. ഇവിടെ ഇനി ഒരു പോർഷയും കൂടിയും ഇരിക്കുന്നുണ്ട്, അതും കൂടി വിറ്റ് പോകണം. നമുക്കപ്പോൾ അടുത്ത കസ്റ്റമർ വരണ വരെ വെയിറ്റ് ചെയ്യാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല,
ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത കസ്റ്റമർ വരണ വരെ വെയിറ്റ് ചെയ്യാം. ഇതെന്തത്, കസ്റ്റമർ ഒന്നും വരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ആർക്കും പോർഷ വേണ്ടേ? നമുക്ക് വെയിറ്റ് ചെയ്യാം, സമയമുണ്ട്. ഓക്കെ, ഇവിടെ വേറെ ഒരു കസ്റ്റമർ വന്നേക്കാണ്. ഈ ചേട്ടൻ എത്ര പറയണേ? 2,59,000. അതിച്ചിരി കുറവാണല്ലോ. ഞാൻ ഈ വണ്ടി മേടിച്ചത് 2,25,000. ഈ ചേട്ടൻ പറയണത് 2,59,000. ഇയാൾക്ക് വണ്ടി കൊടുക്കണ? നമുക്ക് ഇയാൾക്ക് വണ്ടി കൊടുക്കണ്ട. നമുക്ക് വലിയ കാര്യമായിട്ട് ലാഭമൊന്നും കിട്ടില്ല. നമുക്കപ്പോൾ വേറെ ആരെങ്കിലും വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇയാളവിടെ നിന്നോട്ടെ. ഓക്കെ, ഇവിടെ വേറെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഈ ചേട്ടൻ എത്ര പറയണേ? നമുക്ക് നോക്കി നോക്കാം. ഈ ചേട്ടൻ 3,58,000 പറയുന്നുണ്ട്. നമുക്കപ്പോൾ 4 ചോദിച്ചു നോക്കാം. ഈ ചേട്ടനും 4 സമ്മതിക്കുമോ? സമ്മതിച്ചുട്ടാ. 4 ലക്ഷത്തിന് വണ്ടി വിറ്റ് പോയി. ഇറങ്ങിപ്പോടോ, 2 ലക്ഷം കൊണ്ട് വന്നേക്കാ. ഇവിടെ എങ്ങനെ ഷോറൂം വീണ്ടും കാലി? നമുക്ക് ഈ ഷോറൂമില്ലേ, ഈ ഷോറൂം ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ആലോചിക്കുക. ഇത് പിന്നെ കണ്ടില്ലേ, ഈ ഷോറൂമിൻ്റെ 4 സൈഡിലും ചുമര. നമുക്ക് ഈ ചുമരിൻ്റെ പകരം ഗ്ലാസ് വയ്ക്കാം. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നൈസാവും, കാണാനായിട്ട് ഒരു വൃത്തി ഉണ്ടാവും. നമുക്കപ്പോൾ ഈ സൈഡിലുള്ള ചുമരൊക്കെ പൊളിച്ചളയാം. എല്ലാം പൊളിച്ചളയാം, 4 സൈഡിലും പൊളിച്ചളയാം. എന്നിട്ട് മൊത്തം ഗ്ലാസ് അങ്ങ് വയ്ക്കാം. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവും കേട്ടാ. വൃത്തി ഉണ്ടാവും എന്ന് വിചാരിക്കണു. നമുക്കപ്പോൾ ഇവിടെ ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കണേ. ഇത് പിന്നെ വലിയൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ്. അത് നമുക്ക് 4 സൈഡിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 4 സൈഡിലും ഗ്ലാസ് വെച്ച് കൊടുത്തോട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മതിൽ പണിയാം. നേരത്തെ ഞാൻ ഇവിടെ മതിൽ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീണ്ടും ഇവിടെ പണിയാം. ഇതേപോലെ ഇങ്ങ് പണിയാം. ഈ മതിൽ പണിയുമ്പോഴേ നമ്മുടെ ഷോറൂമിന് ഒരു നല്ല ലുക്ക് വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഷോറൂം അപ്ഗ്രേഡ് ചെയ്തേക്കാണ്. അത്ര വലിയ അപ്ഗ്രേഡ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതൊക്കെ മതി. ഷോറൂം ഫുള്ള് ഗ്ലാസ് ആക്കി. ഇനിയിപ്പോൾ നമുക്ക് ഷോറൂമിൻ്റെ അകത്ത് വണ്ടികൾ പാർക്ക് ചെയ്യാം. ഈ ഷോറൂം പിന്നെ ഫുള്ള് ഗ്ലാസ് അല്ലേ, അപ്പോൾ ആൾക്കാർക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും ഷോറൂമിനകത്ത് ഏത് കാറുള്ളതെന്ന്. അതിപ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. ഷോറൂമിനകത്ത് വണ്ടി ഇടാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാം. ഇത് പിന്നെ ഒരു ഔഡിയുടെ വണ്ടിയാണ്. വണ്ടിയിൽ പിന്നെ ഫുള്ള് ചളിയായിരുന്നു. നമ്മുടെ എംപ്ലോയി പിന്നെ വണ്ടി കഴുകും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടാ. ഇവിടെ പിന്നെ ഒരു വീടൊക്കെ ഉണ്ട്, ഒരു ചെറിയ വീടാ. നമ്മൾ ഈ വീടായിരിക്കും പർച്ചേസ് ചെയ്യുക. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് പോണ്.